നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ശ്രീ യോഗ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ട് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ്. ഇത് നമ്മുടെ ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ പോസ്ചർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആസന കൂടെയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആസനയാണ് കന്ദരാസനം. സംസ്കൃത പദമായ കന്ദരത്തിന് ഗുഹ എന്നാണ് അർത്ഥം. യോഗാസനം അനുഷ്ഠിക്കുമ്പോൾ ശരീരം ഒരു കന്ദരത്തെ അനുസ്മരിപ്പിക്കുന്നതിനാലാണ് ഇതിന് ആ പേര് ലഭിച്ചത്. ഫസ്റ്റ് നമുക്ക് ഈ ആസന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ആദ്യം ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യുക. ആ പൊസിഷനിൽ ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി ഉപ്പൂറ്റി പൃഷ്ഠഭാഗത്തിനടുത്തായി വരുന്ന രീതിയിൽ വയ്ക്കുക. കൈകൾ കൊണ്ട് അതാത് വശത്തെ കണങ്കാലുകൾ പിടിക്കുക. ഈ പൊസിഷനിൽ ഒരു 1 to 2 ടൈംസ് വരെ ബ്രീത്ത് ചെയ്യാം. ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം പൃഷ്ഠഭാഗം, നടുവ്, നെഞ്ച് എന്നിവ ഉയർത്തുക. ശരീരം തല, കഴുത്ത്, ഷോൾഡേഴ്സ്, കൈകൾ, പാദം എന്നിവയാൽ താങ്ങുന്നു. കഴിയുന്നത്ര സമയം ഈ നിലയിൽ തുടരുക. ഈ പൊസിഷനിൽ ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. സാവധാനം നിശ്വസിച്ചുകൊണ്ട് പൂർവസ്ഥിതി പ്രാപിക്കുക. Then slowly release your legs and ശവാസനത്തിൽ വിശ്രമിക്കുക. ഈ ആസനയുടെ മുൻകരുതലുകൾ എന്താണെന്ന് നോക്കാം. കഴുത്ത്, ആങ്കിൾ, ഹിപ്പ്, അതേപോലെ ഷോൾഡറിലൊക്കെ ഇഞ്ചുറി അല്ലെങ്കിൽ സർജറി ഉള്ളവർ, സെർവിക്കൽ സ്പോണ്ടിലിറ്റിസ്, അതേപോലെ തന്നെ ഹെർണിയേറ്റഡ് ഡിസ്ക് ഉള്ളവർ, ഹൈ ബ്ലഡ് പ്രഷർ, ഓസ്റ്റിയോപോറോസിസ്, അബ്ഡോമിനലിൽ ഹെർണിയ ഉള്ളവർ, അതേപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളവർ, പിന്നെ പ്രഗ്നന്റ്, അതേപോലെ സീനിയർ സിറ്റിസൺസ്. ഈ പറഞ്ഞ ആൾക്കാർ ഒരു യോഗ തെറാപ്പിസ്റ്റിന്റെ കൺസൾട്ടേഷനോട് മാത്രമേ ഈ ആസന പരിശീലിക്കാവൂ. ഈ ആസനയ്ക്ക് വളരെയേറെ പ്രയോജനങ്ങളാണുള്ളത്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ പോസ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. അതുകൂടാതെ ഇത് നമ്മുടെ ആർട്ടീരിയയിൽ വരുന്ന ബ്ലോക്കേജ് പ്രിവെന്റ് ചെയ്യും. അതേവഴി കാർഡിയാക് അറസ്റ്റുകളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ സ്ട്രെസ്, അതേപോലെ ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാനും ഈ ആസനയ്ക്ക് സാധിക്കും. കന്ദരാസനത്തിന് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും അതുവഴി നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും കഴിയും. ഇതിന് നമ്മുടെ ഡൈജഷനെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഈ ആസന നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ്ലി ഡീടോക്സിഫൈ ചെയ്യാനും സഹായിക്കും. ഇതോടൊപ്പം ആസ്മ, അതേപോലെ യൂറിനറി ഇൻകണ്ടിനൻസ്, മെനോപോസ്, അതേപോലെ മെൻസ്ട്രേഷൻ ടൈമിൽ വരുന്ന ഡിസ്കംഫർട്ട് എല്ലാം ട്രീറ്റ് ചെയ്യാനും ഇത് വളരെ എഫക്റ്റീവാണ്. ഈ ആസനയുടെ മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുകയും അതേപോലെ തന്നെ ഇൻസോംനിയ, ആങ്സൈറ്റി, അതേപോലെ ഡിപ്രഷനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ കഴിയുമെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ആസനയാണ് കന്ദരാസനം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്, ബെനിഫിറ്റ്സ് എക്സെട്ര. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Please like and subscribe our channel. Thank you.